ശ്രീ ജോസ് മാവേലി കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ജോസ് മാവേലി, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ ഇടപെടലുകൾ അത് ആശ്വാസം നൽകുന്നതാണോ? സംസ്ഥാനങ്ങൾക്ക് കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2 മാസത്തെ സമയം എന്തൊക്കെ ചെയ്തു എന്ന് അറിയിക്കാൻ നൽകിയിരുന്നു. കേരളം ഉൾപ്പെടെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങളുണ്ട്. കോടതി ഇടപെടലിൽ ഒരു പ്രശ്ന പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? 100% ഇപ്പോഴത്തെ കോടതി വിധി വളരെ ആശ്വാസകരമാണ്. ആ കോടതി വിധി ചെയ്ത ജഡ്ജിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ വലിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇതുപോലെ പറയുന്നുണ്ട്. ഇപ്പൊ സുഭാഷ് ചന്ദ്രൻ സാറിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനുവേണ്ടി വാദിക്കുന്നുണ്ട്. മൃഗസ്നേഹികൾ എന്ന് പറയുന്നത് ഒരു സർവേ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ആകെ സർവേ എടുക്കുകയാണെങ്കിൽ കേവലം 1,00,000 പേരുണ്ടാവുള്ളൂ. അതായത് 0.001%. 99.9% ആളുകൾക്കും ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടി മാറിക്കൊടുക്കണോ? എന്തൊരു കഷ്ടമാണിത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുതൽ സകല മന്ത്രിമാർക്കും, പ്രത്യേകിച്ച് ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്നത്തെ കോടതി വിധി അവർക്കൊരു അടി കൊടുത്തിരിക്കുകയാണ്. ചെവിടുത്ത് അടി കൊടുത്ത വരികയാണ്. അവർ ഇത് കാണുന്നില്ല. അവരല്ല ഇതിന്റെ ഉത്തരവാദി. പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഉത്തരവാദിയാണ്. ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ 1-2 പേര് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അവരെ ഇവിടെ കൊണ്ട് ഇരുത്തേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചർച്ചയിലൊന്നും മൃഗസ്നേഹികൾ വേണ്ട. നമുക്ക് വേണ്ടത് ജനാധിപത്യ രാജ്യമാണിത്. ഈ ജനാധിപത്യ രാജ്യം ആണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം. ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഈ തീരാശാപം. എത്രയാ ഇവിടെ പട്ടികൾ പെറ്റുപെരുകണത്. ഇവിടെ 2020 ഒരു സർവേ എടുത്തപ്പോൾ 2 ലക്ഷം തെരുവുപട്ടികൾ ഉണ്ടായുള്ളൂ. ഇന്ന് സർവേ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? 50 ലക്ഷം തെരുവുപട്ടികൾ കേരളത്തിലുണ്ട്. അതുപോലെ എത്രയോ ആളുകളാണ് ഈ തെരുവുപട്ടിയുടെ കടി കൊണ്ട് ദിവസേന ഇങ്ങനെ നരകയാതന അനുഭവിച്ച് കഴിയുന്നത്. ഒരു തെരുവുപട്ടി കടിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവരും ജീവിതം ക്ലേശകരമാണ്. തെരുവുനായ കടിച്ച് പേ പിടിച്ച് മരിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ. കഴിഞ്ഞ 4-5 മാസം മുമ്പാണ് 3 മാലാക കൊച്ചുങ്ങള് ആലോചിച്ച് നോക്കിയാൽ സഹിക്കാൻ പറ്റുമോ? അതൊക്കെ നമ്മൾ മറന്നു പോവുകയാണോ? 3 മാലാക കൊച്ചുങ്ങളെ തെരുവ് പട്ടികൾ കടിച്ചു കീറി അവരെ പേ പിടിച്ച് മരിച്ച ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റം പറയില്ല മുമ്പോട്ട് വന്നോ? എല്ലാവരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു അജണ്ടയുണ്ട്. ഇപ്പൊ അഡ്വക്കേറ്റ്, ഞാൻ പേര് പെട്ടെന്ന് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട്. എന്താണ് പോയിന്റ്? ആ പോയിന്റ് പറയണത് ഇവിടെ ഒരു ലോബിയുണ്ട്. ഈ തെരുവ് പട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ലോബിനെ ഇറക്കിവിട്ടുണ്ട്. വാക്സിൻ കമ്പനി ലോബികൾ. അവരാണ് ഈ തെരുവുനായ സ്നേഹി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്ക് വേണ്ടി എന്തിനാ വാദിക്കണേ? മനുഷ്യർക്കല്ലേ ഇവിടെ ജീവിതം വേണ്ടത്. അങ്ങനെ വാദിക്കുന്നവരെ എന്തുകൊണ്ട് ആടിനെ കൊല്ലുമ്പോൾ ആടിനെ കഴുത്തറുത്ത് കൊല്ലുക അല്ലേ? എവിടെ പ്രദർശിപ്പിച്ചാൽ കൊല്ലണത്? എത്രയോ സ്ഥലത്ത് ആടിനെ കൊന്ന് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടാണ്. ഇവരാരും കാണുന്നില്ലല്ലോ. പാവം നല്ലൊരു ആടിനെ കൊന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ എന്തൊരു വെള്ളരിക്കപ്പെട്ടവണ്. 1997 ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കറുകുറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു. അന്ന് ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ ഞങ്ങൾ അവിടെ കൊല്ലുന്നതിന് വേണ്ടി പട്ടിപ്പിടുത്തക്കാരെ ഏൽപ്പിച്ചിട്ടായിരുന്നു. ഒരു പട്ടിയെ കൊന്നാൽ 50 രൂപയുടെ അന്ന് ആ പട്ടിപ്പിടുത്തക്കാർക്ക് കൊടുത്തിരിക്കുക. അത്രയ്ക്ക് നിസ്സാര സംഭവങ്ങളാണ്. പിന്നീട് മേനകാഗാന്ധി 2002 എന്തോ ഒരു നിയമം കൊണ്ടുവന്ന് മേനകാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ തെരുവ് പട്ടി സ്നേഹികളൊക്കെ വന്ന് ഒരു സുപ്രീം കോടതിയിലെ വലിയ വക്കീൽമാരൊക്കെ വെച്ച് വാദിച്ച് ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടിയും അവരുടെ തെരുവുനായ പേവിഷബാധ കമ്പനികൾക്ക് വേണ്ടിയും വാദിച്ച് തെരുവുപട്ടികളെ ഷെൽട്ടർ ആക്കണ്ട, അവരെ കൊല്ലണ്ട, അവർക്ക് ഇങ്ങനെ റോഡുകളിൽ അലിഞ്ഞു നടക്കട്ടെ എന്ന രീതിയിലൊരു തീരുമാനം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തെരുവ് പട്ടി ആകപ്പാട് ചെയ്യുന്നത് ABC റൂളാണ്. എന്ത് ABC റൂൾ, എന്ത് വന്ധീകരണം, എന്തെങ്കിലും നടപ്പിലാക്കാൻ പറ്റുണ്ടോ? ഇപ്പോൾ ഒരു പട്ടിയെ ABC റൂൾ പ്രകാരം വന്ധീകരിച്ച പട്ടികളൊക്കെ വീണ്ടും പ്രസവിക്കുകയാണ്. ഒരു പെൺപട്ടി ഒരു വർഷം 3 തവണ പ്രസവിക്കണേ. എത്ര പ്രസവിക്കണേ? 10-15 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കൂട്ടണേ. എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ പ്രസവിച്ച് നടക്കുകയാണ്. എവിടെ പോയി വന്ധീകരണം? എവിടെ പോയി ABC? എത്ര കോടി രൂപ അതിനുവേണ്ടി പാഴ് ചെലവാക്കിയത്? ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷൊക്കെ പറയുന്നത് എന്താണ്? ഇവിടെ സുപ്രീം കോടതി ഇല്ല പറയാനുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഇവർക്ക് സാധ്യമല്ല എന്നാണ്. എന്തൊരു വെള്ളരിക്കപ്പെടണ. ഇവിടെ വേണ്ട വനപ്രദേശമല്ലേ? ഇവർക്ക് മനസ്സ് വിചാരിച്ചാൽ ഇതൊക്കെ വെറും എളുപ്പമല്ലേ? ഈ വനപ്രദേശങ്ങൾ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാൻ പാടില്ലേ? വിദേശ രാജ്യങ്ങളിൽ എന്താണ്? വിദേശ രാജ്യങ്ങളിലൊക്കെ ഡോഗ് പാർക്കുകളില്ലേ? ഇനി ഇവിടെ ജനവാസം കൂടുതലാണെങ്കിൽ നമ്മുടെ വനപ്രദേശം കൊണ്ടുപോയി ഷെൽട്ടറാക്കണം. അവിടെ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കണം. എത്ര ഈസിയാണ്. അതിനൊക്കെ ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. സാമ്പത്തികമായിട്ട് അവർക്ക് സർക്കാരിന് പൈസ ഇല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാർ ഇവിടെ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ്. ഈ തെരുവുപട്ടികൾ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം.
അതിനുവേണ്ടി ശബ്ദം ഉയർത്തത് നമ്മളെല്ലാവരും. ശരി, എന്തായാലും അതിനുവേണ്ടി രാഷ്ട്രീയപരമായ കാര്യം വരുന്നില്ല. കഴിഞ്ഞ ഇവിടെ ദിവസം ഇപ്പോൾ നൽകിയ രാഷ്ട്രീയ സത്യവാങ്മൂലത്തിൽ DYFI, കേരളം SFI, KSU, എന്തൊക്കെയാണ് യൂത്ത് കേരളത്തിന്റെ കോൺഗ്രസ് ബുദ്ധിമുട്ടുകൾ, അവരാരും കേരളം വരുന്നില്ല അഭിമുഖീകരിക്കുന്ന മുന്നോട്ട്. വെല്ലുവിളികൾ അവരാരും എന്ന കാര്യം വരുന്നില്ല. വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ജനസാന്ദ്രതയേറിയ സംസ്ഥാനമാണ്. അവിടെ സ്ഥലം കണ്ടെത്തുക ബുദ്ധിമുട്ടുകളാണ്. ഈ ഡോഗ് പൗണ്ടുകൾ സ്ഥാപിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ സാഹചര്യത്തിൽ അതീവ ദുഷ്കരം എന്ന ഒരു സാഹചര്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.